തൃശൂർ പേരമംഗലത്ത് മദ്യലഹരിയിൽ കൊലപാതകം. നട്ടാക്കമ്പാടം സ്വദേശി പ്രേമദാസാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മകനായ മഹേഷാണ് പ്രതി. കൈക്കോട്ട് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പ്രതിയെ പേരമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിൽ സഹോദരന്റെ മകൻ പ്രേമദാസിനെ കൊലപ്പെടുത്തിയത്. എന്താണ് ഈ പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണോ അതോ മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമായത്? ടോം, മദ്യലഹരിയിലെത്തിയ ഈ മഹേഷ് ഈ അച്ഛന്റെ സഹോദരനുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇത് നിരന്തരം ഇയാളിങ്ങനെ മദ്യപിച്ച് എത്തി ബഹളം ഉണ്ടാക്കുന്ന ആളാണ് ഈ മഹേഷ് എന്ന് തന്നെയാണ് സമീപവാസികളും വ്യക്തമാക്കുന്നത്. ആ തർക്കം മൂത്തപ്പോൾ കയ്യിൽ കിട്ടിയ മൺവെട്ടിയെടുത്ത് ഈ പിതാവിന്റെ സഹോദരന്റെ തലയ്ക്ക് അടിച്ചാണ് മരണമുണ്ടായത്. അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രേമദാസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മദ്യപിച്ച് വീട്ടിലെത്തി അല്ലെങ്കിൽ ബഹളമുണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയാണ് മഹേഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം അച്ഛൻ്റെ സഹോദരനുമായി പ്രേമദാസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതാണ്. ഇത് ഈ തർക്കം മൂർച്ഛിച്ചതോടെ മദ്യലഹരിയിലായിരുന്ന മഹേഷ ഈ പറഞ്ഞതുപോലെ കൈക്കോട്ടെടുത്ത് ഇദ്ദേഹത്തിന്റെ തലയിൽ പ്രേമദാസിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും മഹേഷിനെ പേരമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പേരമംഗലം നട്ടാക്പാടത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ മഹേഷിന്റെ സ്വഭാവം വെച്ചിട്ട്, അതായത് ഇത്തരത്തിൽ ഇയാൾ മദ്യത്തിന് അടിമയായ ഒരാളാണ്, നിരന്തരം ഇങ്ങനെ ബഹളമുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ടോം, അങ്ങനൊരു മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു വ്യക്തിയാണോ ആജ്ഞ ഈ പ്രതി മഹേഷ്? അങ്ങനെ ഒരു മദ്യലഹരിയിലെത്തി സ്വന്തം പിതാവിൻ്റെ സഹോദരനെയാണ് കൊലപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ ഇയാൾ? ടോം, ഇത്തരം നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം പോലീസ് അത് പരിശോധിച്ച് വരുന്നുമുണ്ട്. അതേസമയം മഹേഷിന്റെ ഒരു ബേസിക് നേച്ചർ, മഹേഷ് ഇങ്ങനെ സ്ഥിരം മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ മഹേഷ് അനിയന്ത്രിതമായ രീതിയിൽ ആളുകളോട് മോശമായി പെരുമാറുകയും തർക്കിക്കുകയും ബഹളമുണ്ടാക്കുകയും ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് പ്രേമദാസിന്റെ കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ അക്രമ സ്വഭാവമുള്ള ഒരാളാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ കൊലപാതകം പോലെ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മുൻപും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മഹേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പരിശോധിച്ച് വരികയാണ്. പേരമംഗലം പോലീസാണ് മഹേഷിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പേരമംഗലം നട്ടാക്പാടത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിതാവിന്റെ സഹോദരനാണ് മരിച്ച പ്രേംദാസ്. അദ്ദേഹത്തെ ഈ തലയ്ക്ക് മൺവെട്ടി കൊണ്ടുള്ള അടിയേറ്റ ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കൊണ്ടുവഴി പോകുന്ന വഴിക്ക് തന്നെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മഹേഷും പ്രേമദാസും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. മഹേഷിന്റെ രീതി അനുസരിച്ചിട്ടും മഹേഷിന്റെ സ്വഭാവം അനുസരിച്ചിട്ടും ഇത്തരത്തിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ കൺട്രോൾഡ് അല്ലാത്ത ഒരാളായി മാറുന്ന ഒരാളാണ് മഹേഷ്. അത് നാട്ടുകാരോടൊക്കെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതല്ലെങ്കിൽ വഴക്ക് തർക്കം അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇത്തരം അക്രമ സ്വഭാവത്തോടെ പെരുമാറുന്ന ഒരാൾ തന്നെയാണ് മഹേഷ് എന്ന് തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഈ പിതാവിന്റെ സഹോദരനാണ് പ്രേംദാസ്. അദ്ദേഹത്തോടുണ്ടായ ഈ മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് തർക്കം മൂർച്ഛിച്ച ശേഷമാണ് പ്രേമദാസിനെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടോ, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പേരമംഗലത്ത് മദ്യലഹരിയിലാണ് യുവാവ് പിതാവിൻ്റെ സഹോദരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്.